നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വിഷു ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിഷു ആശംസകൾ. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ക്ലീനിങ് വീഡിയോകളൊക്കെ ഞാൻ മുമ്പൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ ഞാൻ കുക്കിംഗ് ആണല്ലോ അധികം ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും വീടൊക്കെ ക്ലീൻ ചെയ്യാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും കൂടി എടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കേണ്ടത്, ഒതുക്കി പെറുക്കി വൃത്തിയാക്കി എടുക്കേണ്ടത് നമ്മളെ ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ആ ബെഡ്റൂം പെട്ടെന്ന് നല്ല ക്ലീൻ ആക്കി നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാൽ നല്ല ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. പിന്നെ ഇവിടെ നല്ലോണം പല്ലിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശല്യം ഉണ്ടോ, നിങ്ങൾ എന്താണ് അത് പോകാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വിൽക്കാൻ വരുമല്ലോ ചില കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാഗൊക്കെ ആയിട്ട് അവരോട് വാങ്ങിയതാട്ടോ. യൂക്കാലിപ്സിൻ്റെ സ്മെല്ലുള്ള ഒരു സ്പ്രേ ആണ്. അപ്പോൾ അത് ഞാൻ ജനലിൻ്റെ മേലൊക്കെ അടിച്ച് കൊടുത്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ തുടച്ചെടുക്കും. അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വലിയതായി പല്ലി വരുന്നില്ല. അപ്പോൾ അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം പിന്നെ സോഫ ഒക്കെ ഒന്ന് തട്ടി വിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അവിടെ ഈ വലിയൊരു പ്രശ്നമില്ലാത്തൊരു സോഫ ആയതുകൊണ്ടാണ് പിന്നെ സോഫേൻ്റെ കവർ കൊണ്ട് തന്നെ ഞാൻ തട്ടിയെടുക്കുന്നത്. അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ അതെല്ലാ ജനലിൻ്റെ ഭാഗത്തും ഈ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട ആ സൈഡിലുള്ള ജനാലിൻ്റെ അവിടെ ഒന്നും നമുക്ക് കൈ എത്തുകയൊന്നും കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നീക്കിയിട്ട് എല്ലാ ജനാലിൻ്റെ ആ ഭാഗത്തൊക്കെ ഞാൻ ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടും. ആ ഒരു സ്പ്രേനെ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മേലെയും പിന്നെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ കയറി വരുന്നൊരു ഭാഗമാണ് ഡൈനിങ് ടേബിൾ, പിന്നെ സോഫ, അങ്ങനത്തെ ഒക്കെ. നമ്മൾ ആരെങ്കിലും വീട്ടിൽ ഇനി നമ്മൾ തന്നെ വേറെ ആരും നമ്മൾ ഉദ്ദേശിക്കേണ്ട, പുറത്തുനിന്ന് ആൾ വരുന്നതല്ല, നമ്മൾ തന്നെ കയറി വരുമ്പോഴും ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഒന്നും അല്ല എപ്പോഴും ക്ലീൻ ആക്കിയിട്ടാണ്. ഇപ്പോൾ നല്ല പൊടിയുള്ള സമയമാണ്. അതുകൊണ്ട് ആ ഡൈനിങ് ടേബിളിൻ്റെ മേലൊക്കെ പൊടി എപ്പോഴും ഉണ്ട്. അപ്പോൾ ഡെയിലി ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതേപോലെ നമ്മളെപ്പോഴും ക്ലീൻ ആയിരിക്കേണ്ട ഒരു ഏരിയയാണ് വാഷ് ബേസിനും പിന്നെ നമ്മുടെ കിച്ചണിലെ സിങ്കും. അപ്പോൾ ഞാനിതാ വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ചെറിയൊരു ബ്രഷ് ആരും കാണാത്ത രീതിയിൽ അപ്പുറത്തെ സൈഡിലേക്ക് ഒളിപ്പിച്ച് വെക്കുന്ന ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഇതില്ലേ കൈ കഴുകുന്ന ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് ആ ബ്രഷ് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വാഷ് ബേസിൻ ബ്രഷ് ചെയ്തെടുക്കും. പിന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ആ ഭാഗം സിങ്കിൻ്റെ സൈഡും സിങ്കല്ല വാഷ് ബേസിൻ്റെ സൈഡൊക്കെ ക്ലീൻ ആക്കി എടുക്കും. പിന്നെ അതേപോലെ നമ്മൾ ആ സോഫേൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ചെറിയ ടീപ്പോയി. അതും അതേപോലെ തന്നെ ആളുകൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ ചായ എടുത്ത് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പേപ്പർ ഇട്ട് കൊടുക്കും. അങ്ങനെ പേപ്പർ ഇങ്ങനെ വായിക്കാനുള്ളത് ബുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ആ ടേബിള് ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ഒരു റണ്ണർ വിരിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ഥിരമായിട്ട് വിരിക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ ടീപ്പോയിൻ്റെ മേലെ അമ്മ ഇപ്പോൾ പ്രാവശ്യം ഉമ്ര കഴിഞ്ഞ് വരുമ്പോൾ ബേബിക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ചെറിയ നിസ്കാരപ്പടം. പക്ഷെ ഓന് വലിയ നിസ്കാരപ്പടത്തിലായിട്ട് നിസ്കരിക്കുക. അതുകൊണ്ട് ഇത് ഞാനെടുത്ത് ടീപ്പോയിൻ്റെ മേലെ വിരിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഫ്ലവർ വൈസ് വെക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഭംഗിയാണ് ഡൈനിങ് ഹാളിൽ. പിന്നെ കാർപ്പറ്റ് ഞാൻ ഇതിൻ്റെ ചോട്ടിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വന്നപ്പോൾ അത് ചവിട്ടി ആകാത്ത കാലം കൊണ്ടൊക്കെ കയറി വിചാരിച്ചിട്ട് മടക്കി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിരിച്ചിടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പരിപാടിയോ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ അത് അവിടെ വിരിച്ചിടലുള്ളൂ. പിന്നെ ഞാൻ കൊലായ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ രാവിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു 11-11:30 മണിയാകുമ്പോൾ പിന്നെ ഇവിടെ പോകണം. ഒരു വീട്ടിൽ കൂടലുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കാക്കൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. അപ്പോൾ അങ്ങോട്ട് പോകണം. അതിൻ്റെ മുന്നേ ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഹെൽമെറ്റ് കുട്ടികൾ ആരെങ്കിലും കൊണ്ടുപോയാലോ അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും വാങ്ങിയാലോ വേഗം അവിടെയും മടിയാണ് വെക്കുക. അപ്പോൾ ഞാനാകുമ്പോൾ പോയി വന്നാൽ വേഗം ഹെൽമെറ്റ് ഡിക്കിൻ്റെ അടിയിൽ തന്നെ വെക്കും. അതാകുമ്പോൾ ഇനി തിരഞ്ഞെടുക്കും വേണ്ട, അതിനൊരു വേറൊരു സ്ഥലം മുടക്കുകയും വേണ്ട. കൊലായിൽ ചാരുവടീൻ്റെ മേലെ ഇങ്ങനെ വൃത്തിയേടായി കിടക്കുകയും ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് പിന്നെ കൊലായൊക്കെ നല്ലോണം അടിച്ചേരി മുറ്റല്ല കേട്ടോ കൊലായി. പിന്നെ വെള്ളം ഞാനിപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം നിന്നും കിടന്നും ഇരുന്നൊക്കെയാണ് കുടിക്കുന്നത്. നിന്ന് കുടിക്കരുതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ആ അടിച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ കൂടി അവിടെ നിന്ന് എടുത്ത് കുടിച്ചതാണ്. അതുകൊണ്ടാണ് കേട്ടോ. കൊലായി അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനിത് ആ സ്റ്റെയർ കേസ് ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും പൊടിയൊക്കെ ഉണ്ടാവും. ചവിട്ടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആവണ്ട വെച്ചിട്ട് അവിടെ വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലത്തെ അവിടുത്തെ ടൈലൊക്കെ മാറ്റിയതിന് ശേഷം ഷാമ്പു ഇട്ടൊന്ന് കഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ അതിന് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. 2 ആളും കൂടി വേണം. ഇക്കാക്കി ഞാനും കൂടിയാണ്. ഒറ്റയ്ക്ക് എന്നോട് ചെയ്യേണ്ട പറഞ്ഞത്. അതുമല്ല പകൽ തീരെ അവിടെ നിൽക്കാനും പറ്റില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴിവുള്ള സമയത്ത് നമുക്ക് രാത്രി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ട് തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതുവരെ അതിൻ്റെ മേലേക്ക് കയറാനോ ക്ലീൻ ആക്കാനോ ഒതുക്കിയിടാനോ ഒന്നും ഞാൻ പോയിട്ടില്ല.
പിന്നെ ഇതാ എൻ്റെ ആ ഒരു ഓഫീസ് റൂമാണ് കേട്ടോ അവിടെയാണ് ഇപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഇടലും മടക്കാടലും ഒക്കെ അവിടെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ആക്കിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ അവിടെ ഡൈനിങ് ടേബിൾ മേലേക്കാണ് ഞാൻ ആദ്യം കൊണ്ടുപോയിടൽ. അപ്പോൾ അത് ചിലപ്പോൾ അത് അവിടെ തന്നെ കുറച്ച് സമയമൊക്കെ കിടന്നാൽ കാക്ക കണ്ടാൽ പിന്നെ അത് ചീത്തേക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ആ മൂലയിൽ അത് ആ കസാലിൻ്റെ മേലിട്ട് അവിടെ മടക്കി വെക്കും. അവിടെ തന്നെ മടക്കും കേട്ടോ. ഒരു 2 ദിവസം ഒന്നും ആവലില്ല അവിടെ ഇട്ട് പിറ്റേന്ന് വൈകുന്നേരം കൊണ്ടുപോയിട്ടാൽ നാളെ രാവിലെ ആവും കേട്ടോ മടക്കാൻ. കാരണം ഇവിടെ ആരും ഇല്ലാത്തതിനെ കൊണ്ട് ആരും വരൂല എന്നുള്ളതൊക്കെ ഉറപ്പിൽ ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ വലിയ അബദ്ധമാണ്. നമ്മൾ അങ്ങനെ ചെയ്യാതെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ ആവണം. അപ്പോൾ നല്ലോണം വൃത്തിയായിട്ട് കൂടും ചെയ്യും. ആരെ കണ്ടാലും മോശമാണ്. അപ്പോൾ ആ ആൾക്കാർ കാണുന്നത് മാത്രമല്ല കേട്ടോ, നമ്മളെ വീട് വൃത്തിയാക്കി എടുക്കുക പറയുമ്പോൾ ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുന്നു വിചാരിച്ചിട്ടൊന്നല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞതാണ്. വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കേണ്ട ആവശ്യം തന്നെയാണ്. കുട്ടികൾ ഇന്നലെ വന്നു പോയതാണ്, അതുകൊണ്ടാണ് ഇത്രയും ഈ പേപ്പറൊക്കെ രാത്രിയാണ് അവർ പോയത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാനൊന്നും അടിച്ച് അരിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ക്ലീനാക്കി സോഫ ഒക്കെ നീക്കി വെച്ചിട്ട് അതിൻ്റെ ബാക്കിലും ഡൈനിങ് ടേബിൾ നീക്കി വെച്ചിട്ട് അതിൻ്റെ ആ സൈഡിലൊക്കെ നല്ലോണം പൊടി ഉണ്ട്. നമ്മൾ ഈ ഫാൻ ഇടുമ്പോൾ പൊടി ഉള്ളോട്ട് കയറി പോവുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് ഒരു 1.5 ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഡെയിലി തന്നെ ആ ഒരു ഇത് മാറ്റണം കേട്ടോ, നമ്മളെ ഈ ടവല്. അപ്പോൾ ഇവിടെ ആളുകളില്ലാത്തതിനോട് ഞങ്ങൾ 2 തന്നെ ആയതുകൊണ്ടാണ് അധികവും അവിടെ പിന്നെ 2-3 ദിവസം കൂടുമ്പോഴാണ് അധികം അങ്ങനെ മാറ്റൽ. പിന്നെ ഞാനിതാ നേരെ സ്പ്രേ ചെയ്തതൊക്കെ നല്ലോണം തുടച്ചെടുത്തിക്കുകയാണ്. ഇതിപ്പോൾ ഇതാ ഈ കോയിനാണ് കേട്ടോ. ഇവിടെ കോയിന് കിട്ടിയാലൊക്കെ ഞാൻ വേഗം എടുത്തു വെക്കും, ബേബിക്ക് കാശിക്കുഞ്ചിയിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ പറയും അമ്മൻ്റെ വീട്ടിൽ എപ്പോഴും ട്രഷർ ഹണ്ടാണ്, എപ്പോഴും അവിടെ പൈസ കിട്ടും, ഈ 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യൊക്കെ ജനാൽമേലോ സ്റ്റെയർ കേസുമേലൊക്കെ വെക്കും. അപ്പോൾ വേഗം ഓടി വന്നിട്ട് മമ്മ അത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എടുത്തോ. അപ്പോൾ ഞാൻ പറയും 5 ഉറുപ്പ്യ 10 ഉറുപ്പ്യൊക്കെ ആണെങ്കിൽ മമ്മക്ക് തരണം, 1 രൂപ 2 രൂപക്കാണെങ്കിൽ ഈ എടുത്തോന്ന് പറയും. അപ്പോൾ അങ്ങനെ ഏത് പൈസ കിട്ടിയാലും ഓടി കാണിച്ചു തരും. ഇപ്പം ഞാൻ കുറേ 1 ഉറുപ്പ്യ 2-3 ദിവസം എനിക്ക് ബസ്സിന് പോകേണ്ടി വന്നതിനോട് ചില്ലറ പൈസ ഒക്കെ ഉണ്ടായി. ഒക്കെ അവൻ വരുമ്പോഴേക്കും എടുത്ത് വെച്ച് ഇന്ന് വന്ന് പോകുമ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടാട്ടോ പോയത്. ഭയങ്കര സന്തോഷമായി. കുറേ ആകെ 10 ഉറുപ്പ്യ 20 ഉറുപ്പ്യ ഉള്ളൂ ആ ചില്ലറ, പക്ഷെ അത് ഓന് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആ ഡൈനിങ് ടേബിളിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് നീക്കിയിട്ട് ആ ജനാലൊക്കെ ഒന്ന് നല്ലോണം തുടയ്ക്കുകയാണ്. ആ സ്പ്രേ ചെയ്തില്ല നമ്മൾ, ആ ഒരു പല്ലീൻ്റെ ഒക്കെ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട്, പല്ലി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മൾ എന്താണ് യൂക്കാലിപ്സിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഭയങ്കര സ്മെല്ലാണല്ലോ, അത് വെള്ളത്തിൽ ഉറ്റിച്ചിട്ട് പിന്നെ അവിടെ തുടച്ചെടുത്താൽ മതി കേട്ടോ. ജനാലിൻ്റെ ആ ഭാഗത്ത് ജനൽമേലാണെങ്കിൽ എപ്പോഴും പല്ലി വന്ന് എടുക്കുക. അതുപോലെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് അധികം പല്ലി ഉണ്ടാവുക. അവിടെ നമ്മൾ എപ്പോഴും അങ്ങനെ ആരെയും വരുമ്പോൾ മാത്രമേ ഇത് നീക്കുള്ളൂ. അപ്പോൾ അതെപ്പോഴും ഈ വെളിച്ചം തട്ടാത്തതുകൊണ്ടോ കാറ്റ് തട്ടാത്തതുകൊണ്ടോ അങ്ങനെ എന്തോ ആയിരിക്കും, അവിടെയാണ് പല്ലി അധികം വരിക. അപ്പോൾ അവിടെ ഞാൻ നല്ലോണം ക്ലീനാക്കി എടുക്കലുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സ് തിരുമ്പാനുണ്ട്, ഇനിയും ഈ കല്ലുമ്മ തിരുമ്പാനുണ്ട്. നല്ല ഡ്രസ്സൊന്നും വാഷിംഗ് മെഷീനിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാക്കൻ്റെ ഷർട്ടുണ്ട്, എൻ്റെ ചുരിദാറുണ്ട്, അതൊക്കെ ഞാൻ ഷാമ്പൂലാണ്. കാക്കൻ്റെ ഞാൻ ഡോക്ടർ വാഷ് കൊണ്ടാണ് കേട്ടോ കഴുകൽ. എൻ്റേത് ഞാൻ ഷാമ്പൂ ഈ ക്ലിനിക് പ്ലസ് ഇല്ലേ, അത് പാക്കറ്റ് ആയിട്ട് ഒരു കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലേ, ഒരു കൊല പോലെ കുറേ ഒരു 10-15 കൊണ്ടുവന്നിട്ട് ഇനി അതിപ്പോൾ ഞാൻ 2-3 കവർ പൊട്ടിച്ച് അതിലിട്ടതാണ്. പിന്നെ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആ ഒരു ഇത് കണ്ടോ നല്ലോണം പതമില്ലാത്തത് കുറേ പതമാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ആകെ 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെ വെച്ചാൽ പിന്നെ പത പോവും. അപ്പോൾ നമ്മൾ കുതിർത്തി അപ്പം തന്നെ കുത്തി തിരുമ്പുകയാണെങ്കിൽ പിന്നെ പതയുണ്ടാവും കേട്ടോ. പിന്നെ നല്ല ചുരിദാറൊക്കെ ഞാനൊരു 3-4 ഇടൽ ഇട്ടിട്ട് വാഷ് ചെയ്യലുള്ളൂ. അപ്പോൾ ഓരോ ഇടൽ ഇടുമ്പോഴും ഞാൻ ഈ ആറിയിടും കേട്ടോ, മുറ്റത്ത് ആറിയിടും. അപ്പോൾ അതുകൊണ്ട് നല്ല ചുരിദാർ അത് പിന്നെ നല്ല എന്താ പറയുക, നല്ല ഇഷ്ടമായൊരു ചുരിദാറാട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ ഞാൻ ഇടുന്നതാണത്. അപ്പോൾ ഒരു 3-4 ഇടൽ ഇട്ടപ്പം പിന്നെ എന്തായാലും ഒന്ന് കഴുകി വെക്കാൻ വെച്ചിട്ടാണ്. അതൊരു ഷിഫോണ്ടാണ് കേട്ടോ. അപ്പോൾ അത് എന്താണ് കുറേ ആയി, ഒരു 1-1.5 വർഷമായിട്ടോ വാങ്ങിയിട്ട്. പക്ഷെ ഇതൊന്നും ഫംഗ്ഷൻ ഇടണ നമ്മളെപ്പോഴും ഇടൂലല്ലോ, എപ്പോഴും വല്ലപ്പോഴും അല്ലേ ഇടുക. അപ്പോൾ അതുകൊണ്ട് ആക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ്. പിന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം, നല്ലോണം വെള്ളം കുടിച്ചുകൊണ്ടിട്ട്, അത്രക്കും കഠിന ചൂടിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ മധുരം കുറച്ചിട്ട് പയറുവർഗ്ഗങ്ങളൊക്കെ പുഴുങ്ങിയിട്ടോ പിന്നെ അല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കട്ടോ, അതൊക്കെയാണ് നല്ലത് നമ്മളെ ഹെൽത്തിന്. നമ്മൾ ഈ ലേഡീസിൻ്റെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം. ആരും നമ്മളോട് പറഞ്ഞു തരൂല. എന്നോട് കാക്ക അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. നമ്മളോട് ആരും തലയിൽ നിറയെ എണ്ണ തേക്കാനോ അല്ലെങ്കിൽ മേലെ എണ്ണ തേച്ച് കുളിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം നല്ലത് കഴിക്കാനോ നമ്മളോട് പറയാൻ ആരുമില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ തന്നെ സംരക്ഷിക്കണം എന്നാണ് എപ്പോഴും പറയട്ടോ. ആ കാര്യം ഞങ്ങളോട് പറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ലോണം കഴിച്ചുകൊണ്ട്, പിന്നെ ഇവിടെ ഞാൻ രാവിലെ
ഒരു കോഴിമുട്ട മസ്റ്റായിട്ടും കഴിക്കും കേട്ടോ. പിന്നെ അത് കഴിക്കാഞ്ഞാൽ എന്തോ കഴിക്കാഞ്ഞാൽ പ്രശ്നമൊന്നുമല്ല, പക്ഷെ അത് കഴിക്കുന്നത് നല്ല 2 കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ എന്നാലും ഒന്നല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മസ്റ്റായിട്ട് ഡെയിലി രാവിലെ നമ്മൾ കുട്ടികൾക്കൊക്കെ പുഴുങ്ങി കൊടുക്കും, പൊരിച്ചു കൊടുക്കും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളൊന്നും കഴിക്കൂല. അതുകൊണ്ട് ഡെയിലി 1-2 കോഴിമുട്ട പുഴുങ്ങി തിന്നാനോ പൊരിച്ച് തിന്നാനോ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. നമ്മളെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം. പിന്നെ അതേപോലെ ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടോ, പഴഞ്ചോറ് കഴിക്കുകയാണ് നല്ലതാണ്. ഡെയിലി എന്നല്ല, പഴഞ്ചോറ് കഴിച്ചോണ്ടി അത് നല്ലതാണ്, ഏറ്റവും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ അത് പിന്നെ ഇപ്പം എന്തോ അറിയില്ല, അത് കഴിക്കാനൊരു മൂഡ് വരലില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ. പഴഞ്ചോറ് തൈരൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ഭക്ഷണം രാവിലെ കഴിച്ചോണ്ടി, മറ്റേ ഇല്ലെങ്കിൽ എന്നല്ല, എന്തായാലും അതൊരു പ്രത്യേക തരം ഇതാണെന്നാണ് പറഞ്ഞത്. പഴഞ്ചോറിലും എന്തൊക്കെയോ പോഷകങ്ങളുണ്ട് എന്ന് പറഞ്ഞ്. അത് തലേന്ന് ബാക്കിയുള്ള ചോറുണ്ടാവില്ല, അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേത് ആ വെള്ളത്തോട് കൂടിയാണ് കേട്ടോ കഴിക്കേണ്ടത്. പിന്നെ ഇതാ അടുക്കള മുറ്റത്ത് ഒരു കർമൂസൻ്റെ മരം ഉണ്ടായത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു വള്ളി കർമൂസാന്ന് കേട്ടോ പറയും. ഇത് എൻ്റെ അമ്മ പറയും, ഉമ്മക്ക് ഭയങ്കര ഇതാണ്. ഉമ്മ പറയും അത് വേഗം മുറിച്ചാൾ വീടിന് അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കും ഒക്കെ ദോഷമാണ് എന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോൾ പേടിയാണ് അത് കാണുമ്പോൾ. ഞാൻ വേഗം ഒടിച്ചാൽ മുറിക്കാൻ ഇനി കൊടുവാളെടുക്കാൻ പോയാൽ പിന്നെ മറന്നുകൊണ്ടായി വെച്ചിട്ട് ഒടിച്ചാട്ടോ. പിന്നെ അത് ഞങ്ങളൊരു എന്താ പറയുക, മുരിങ്ങമരമാണ്. മുരിങ്ങമരം, പച്ചമുളക്, കറിവേപ്പിലൊക്കെ നമ്മളെ വീട്ടിൽ വേണമെന്ന് ഞാൻ എപ്പോഴും പറയല്ലേ. ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് കേട്ടോ അത്. പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ, വേഗം എൻ്റെ തിരുമ്പൽ കഴിഞ്ഞ് അന്നത്തെ പണി, ക്ലീനിങ് പണി കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇനി ആ പൂച്ചട്ടിയൊക്കെ കൊണ്ടുവന്നിനി അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ടേനി. അത് ഞങ്ങൾ ഇവിടെ കോർപ്പറേഷനിൽ എഴുതി കൊടുത്താണ് കേട്ടോ. കോഴി അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സമയമല്ലേ ഈ കുറ്റി കുരുമുളക്, പിന്നെ അതേപോലെ വെർട്ടിക്കൽ ഗാർഡൻ, പിന്നെ എന്താണ് മട്ടുപ്പാവിലൊരു കൃഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സംഭവം കോർപ്പറേഷനിൽ വന്നിനി, പഞ്ചായത്തിലും ഉണ്ടാവും. ആ സമയത്ത് ഞാൻ എഴുതി കൊടുത്തിട്ട് 500 രൂപക്ക് 10 ചട്ടി മണ്ണ്, അതേപോലെ 10 തൈ, അതൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ വേഗം കുടുംബശ്രീയിൽ ഒരു പേപ്പർ കൊടുക്കാനുണ്ടേനി. അപ്പോൾ ഇക്കാക്ക മാറ്റുമ്പോൾ ഞാൻ ഓടിപ്പോയി അത് കൊടുക്കാൻ പോയതാണ്. പിന്നെ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ കുന്നമംഗലത്തേക്ക് വന്നിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കാസറോളാണ്. അധികവും വീട്ടിൽ കൂടുതലിന് കാസറോൾ, ക്ലോക്ക് അതൊക്കെ അല്ലേ കൊടുക്കൽ. അപ്പോൾ നമ്മളിത് അവിടെ വന്ന് ആ കാസറോൾ വാങ്ങി നേരെ വീട്ടിൽ കൂടുതലിൽ പോയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ചെന്നാൽ മതിയെന്ന് അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. നല്ല അടിപൊളി ഓപ്പൺ കിച്ചൺ, നല്ല കളറ് കബോർഡ്, പിന്നെ നല്ല ഇത് അവരുടെ മോളാണ് കേട്ടോ. പിന്നെ അത് അവരുടെ പൂജ കഴിഞ്ഞ സംഭവങ്ങളൊക്കെയാണിത്. ഞങ്ങൾ ഉച്ച ഒരു 12 മണി 12:30 1 മണിയൊക്കെ ആവാനായിരിക്കും കേട്ടോ അവിടെ എത്തുമ്പോൾ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എനിക്ക് ഹോം ടൂറും കിച്ചൺ ടൂറൊക്കെ എടുക്കാൻ വന്നോണ്ടിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഒരു ഹോം ടൂറും കിച്ചൺ ടൂറും. അപ്പോൾ അവിടുത്തെ ആ കുട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാക്കനെ ലത്തീഫ്ക്കാന്ന് വെച്ച് നടക്കുക ഞങ്ങൾ വന്ന പാട്. കാക്കനെ ഭയങ്കര കെയർ ചെയ്യലൊക്കെ. പിന്നെ അതാ പുറത്തോട്ട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഹലുവയും ഉണ്ണിയപ്പവും അങ്ങനത്തെ ഒക്കെ. ഹിന്ദുസിന് അത് വലിയ പ്രധാനമാണെന്ന് തോന്നുന്നുണ്ട്. ഉണ്ണിയപ്പം, നെയ്യപ്പം, ഹലുവ അങ്ങനത്തെ ഒക്കെ. എനിക്ക് പിന്നെ അത് തൊടാനേ ഉള്ള ഇതിൽ യോഗമില്ലല്ലോ. അപ്പോൾ ഇക്കാക്ക പിന്നെ അവിടെ ചുറ്റിപ്പറ്റി കണ്ടിക്കണോ എന്തോ ചിലപ്പോൾ നെയ്യപ്പം കഴിച്ചിട്ടുണ്ടാവും. നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേഗം ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ കഴിച്ചത് സാദാ ചോറാണ് കേട്ടോ. പിന്നെ അതാ ബിരിയാണി ഉണ്ട്, സാദാ ചോറ്, സാമ്പാർ, പിന്നെ സ്രാവ് കറിയൊക്കെ ഉണ്ട്. അടിപൊളി ഇനി അത്. പിന്നെ അതാ നല്ല അടിപൊളി പായസം ഉണ്ടായിനി. പായസത്തിൻ്റെത് ഇക്കാക്ക അങ്ങോട്ടേക്ക് ഓരോടെന്തോ വർത്താനം പറയാൻ പോയപ്പോൾ ഞാൻ മെല്ലെ ഇക്കാക്ക കാണാതെ എടുത്ത് കുടിക്കുക കേട്ടോ. കുടിക്കുന്ന സമയത്താണ് ഇക്കാക്ക കണ്ടുപിടിച്ച്. ഇക്കാക്കനെ ഞാൻ പറയും നിങ്ങൾ ആ ഫുഡിൻ്റെ ഒന്ന് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചതേനി. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇക്കാക്കൻ്റെ ഫോൺ കൊടുത്തതാണ്. പക്ഷേ ഇക്കാക്ക തിരിച്ച് വരുമ്പോൾ ഞാൻ കാണാതെ പായസം കണ്ടുപിടിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അത് അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് അവിടുത്തെ ചേച്ചി.